ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും. ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ സ്പീഡെന്ന് പറയുന്നത് 90 km/h ആണ്. അതായത് മണിക്കൂറിൽ 90 കിലോമീറ്ററാണ് തീവണ്ടി സഞ്ചരിക്കുന്നത്. അതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ തീവണ്ടിയുടെ നീളമാണ്. അതാണ് ചോദിച്ചേക്കുന്നത്. തീവണ്ടിയുടെ മാത്രം നീളമേ വരത്തുള്ളൂ. കാരണം ഇവിടെ ഇലക്ട്രിക് പോസ്റ്റാണ് കിടക്കുന്നത്. പ്ലാറ്റ്ഫോമോ പാലമോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ദൂരം കൂടെ കൂട്ടണം. ഇവിടെ തീവണ്ടിയുടെ നീളം മാത്രമാണ് ഡിസ്റ്റൻസ്. അത് 90 കിലോമീറ്റർ. ഇവിടെ ടൈം എത്രയാണ്? ടൈം വന്നിട്ടുണ്ട് 6 സെക്കൻഡ്. ടൈം സെക്കൻഡിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് km/h മീറ്റർ/സെക്കൻഡ് ആക്കണം. അതായത് 90 × 5/18, അതായത് 25 മീറ്റർ/സെക്കൻഡ്. ഇവിടെ ദൂരമാണ് കാണേണ്ടത്. അതായത് തീവണ്ടിയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. സമം സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 25 ഇൻറ്റു ടൈം എത്ര? 6 സെക്കൻഡ്. 25 മീറ്റർ/സെക്കൻഡിലാകുകയല്ല, എല്ലാം ഒരു യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. 6 25 6 150. ഓപ്ഷൻ എ ആണ് ഉത്തരം. 150. അതായത് തീവണ്ടിയുടെ നീളം 150 മീറ്ററാണ്. ഇവിടെ ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 90 km/h. ഇവിടെ മീറ്റർ/സെക്കൻഡിലാണ്. ബാക്കി ടൈമും എല്ലാം സെക്കൻഡിലാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 ഇട്ട് ഗുണിക്കുക. 5 × 5 25 മീറ്റർ/സെക്കൻഡ്. അതായത് തീവണ്ടിയുടെ നീളമാണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. പാലമോ പ്ലാറ്റ്ഫോമോ തുരങ്കമോ ഒക്കെ കിടക്കണമെങ്കിൽ അതിൻ്റെ നീളം കൂടെ കൂട്ടണം. ട്രെയിനിൻ്റെ നീളം അതിൻ്റെ നീളം കൂടെ കൂട്ടണം. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് എന്നോ ഒരാളെന്നോ സിഗ്നൽ എന്നോ ഒക്കെ പറഞ്ഞാൽ ഈ തീവണ്ടിയുടെ നീളം മാത്രം എടുത്താൽ മതി. അതായത് ദൂരം ഡിസ്റ്റൻസ് സമം തീവണ്ടിയുടെ നീളമാണ്. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് നമ്മളിവിടെ കണ്ടുവച്ചു. 90 km/h മീറ്റർ/സെക്കൻഡ് ആക്കി. 90, അതായത് 25 മീറ്റർ/സെക്കൻഡ്. 25 × 6, അതായത് 180. ഓപ്ഷൻ എ ആണ് ഉത്തരം. √6 എന്ന് പറയുന്ന 2.45 ആയാൽ √3 - √2/√3 + √2. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം. ഇവിടെ √3 + √2 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് √3 - √2 എന്നുള്ള അതും താഴെ മുകളിലോട്ട് ഇൻറ്റു ചെയ്യണം. അതായത് വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ. ഇവിടെ √3 - √2 ഉണ്ട്. ഇത് A+B × A-B മോഡൽ. √3 + √2. ഇവിടെ √3 - √2 ഇവിടെ ഗുണിക്കണം. ഇവിടെ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ √3 - √2. A+B × A-B മോഡലാകുമ്പോൾ A² - B² എന്ന് എഴുതാം. ഇവിടെ മുകളിൽ √3 - √2 2 തവണ വന്നു. √3 - √2 2 തവണ (² ഡിവൈഡഡ് ബൈ) ഇത് A+B × A-B. അതായത് A² ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. A² - B². അതായത് A-B (² എന്ന് പറയാം. A² + B² - 2AB. ആദ്യത്തേതിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തേതിൻ്റെ സ്ക്വയർ -2 × √3 × √2 ബൈ ഇവിടെ √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. ഇതൊന്ന് √2 സ്ക്വയർ കൂടെ ക്യാൻസലാകും. -√2 × √3 എന്ന് പറഞ്ഞാൽ 3. √2 × √2 2. √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. ഇവിടെ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആകും. റൂട്ടും ക്യാൻസൽ ആകും. √2 സ്ക്വയർ കൂടെ വരുമ്പോൾ √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആകും. അതായത് സമം √3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. റൂട്ടും സ്ക്വയറും കൂടെ അങ്ങ് ക്യാൻസൽ ആയിപ്പോകും. പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 × √2 2 -2 × √3 × √2 എന്ന് പറഞ്ഞാൽ √6 ഡിവൈഡഡ് ബൈ 3 - 2 എന്ന് പറഞ്ഞാൽ 1. അതായത് 5 - ഇവിടെ 2 × √6ൻ്റെ വില തന്നിട്ടുണ്ട് 2.45. അതായത് ബൈ 1 എന്ന് പറഞ്ഞാൽ അത് എഴുതണമെന്നില്ല. സമം 5 - 245ൻ്റെ ഇരട്ടി 490. അതായത് -490 2 സ്ഥാനം മാറ്റി കുത്തിടും. 5 ൽ നിന്ന് 4.90 കുറയ്ക്കണം. അതായത് 5.00 ൽ 4.90 കുറയ്ക്കുക. 0 ഇവിടെ നിന്നൊന്നും പോറായത്. ഇവിടെ വരുമ്പോൾ ഇവിടെ 4 10 ൽ 9 പോകെ 1. 4 ൽ 4 പോകെ 0. 0.1. അതായത് 0.1 0.100 എന്ന് പറയുന്ന ഉത്തരമാണ്. 0.1 കഴിഞ്ഞ് എത്ര ഇതിട്ടാലും ഓപ്ഷൻ സി ആണ് ഉത്തരം.
0.1 നമുക്ക് കിട്ടിയ ഉത്തരം. 0.100എന്നോ 0.1000 എത്ര 0.1 ശേഷം വന്നാലും 0.1 ഉത്തരം ഇവിടെ. ഈ √3 + √2 ഡിനോമിനേറ്ററിലുണ്ട്. അതിൻ്റെ നേരെ a+b × a-b മോഡൽ വരാൻ വേണ്ടി √3 - √2 ഇട്ട് താഴെ മുകളിൽ ഇൻറ്റു ചെയ്യുന്നു. അതായത് മുകളിൽ എന്തുവാകും അംശത്തിൽ √3 - √2 × √3 - √2 2 തവണ √3 - √2 the whole square by a+b × a-b മോഡൽ √3² - √2². a-b the whole square എന്ന് പറഞ്ഞാൽ a² + b² - 2ab. അതായത് √3ൻ്റെ സ്ക്വയർ പ്ലസ് √2ൻ്റെ സ്ക്വയർ -2 × a × b √3 × √2 ബൈ a² - b². √3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3, √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2, √5ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 5. ഇവിടെ √3ൻ്റെ സ്ക്വയർ 3, √2ൻ്റെ സ്ക്വയർ 2 -2 × √3 × √2 എന്ന് പറഞ്ഞാൽ √6 ബൈ 1 5 - 2 √6. അതായത് 3 + 2 5 - 2 √6 എന്ന് പറഞ്ഞാൽ 5 - 2 √6ൻ്റെ വില തന്നിട്ടുണ്ട് 2.45 എന്ന്. 2.45 245ൻ്റെ ഇരട്ടി 490. 2 സ്ഥാനം മാറ്റി കുത്തുന്നു. 5 - 4.90. 5 - എന്ന് പറഞ്ഞാൽ 5.00 എന്ന് 4.90 കുറയ്ക്കും. ഇവിടെ നിന്നും ബോറോ ചെയ്യും. ഇവിടെ 4, ഇവിടെ 10. 0 10 9 1 4 4 0.10 0.1000 എന്ന് പറഞ്ഞാലും വില 0.1 തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതിൻ്റെ 20% എക്സ് ഗുണം 20% എന്ന് പറയാൻ 20/100. അതായത് 25 25. അതായത് x × 1/5. അതായത് x/5 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. x/5. എക്സിൻ്റെ 20%. എക്സ് ഗുണം 20/100. 20ഉം 100ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 1/5. x × 1/5. x × 1/5 x/5. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി 4/5നെ ശതമാനമായി എങ്ങനെ എഴുതാം? അതായത് 4/5 ഗുണം 100 ശതമാനം. 4/5 5ഉം 100ഉം കൂടെ വെട്ടുമ്പോൾ 20. 20 4ഉം കൂടെ ഗുണിക്കുമ്പോൾ അതായത് 20 × 4% 80% ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 80%. ആ ഫ്രാക്ഷനെ ശതമാനമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4/5 × 100 അത്രയും ശതമാനം × 100%. അതായത് 5ഉം ഇതും കൂടെ കട്ട് ചെയ്യുമ്പോൾ 200. അതിനെ 100 ഇട്ട് ഗുണിച്ചാൽ മതി. അത്രയും ശതമാനം. 4/5 × 100%. അതായത് 4/5 × 100. ഇത് കട്ട് ചെയ്യുമ്പോൾ 4 × 20 80% വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 80%. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ക്ലാസ് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.